എമ്പുരാനെ പറ്റിയുള്ള വാർത്തകൾ തീരുന്നില്ല. എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട തുടർച്ചയായിട്ടുള്ള വാർത്തകൾ മിനിറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാണ് എമ്പുരാൻ 30 കോടി കടന്നു, വേൾഡ് വൈഡായിട്ട് 30 കോടി കടന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ഇനി 5 ദിവസമുണ്ട്. ഏകദേശം 31 കോടിയോളം ആയി എന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്തയിൽ പറയുന്നുണ്ട്. ഏകദേശം 30 കോടി 50 ലക്ഷം ഏകദേശം സ്ഥിരീകരിച്ചതാണ്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ എമ്പുരാൻ്റെ ടിക്കറ്റിന് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്നിലെ പ്രമുഖ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു, എമ്പുരാൻ 55-നും 60 കോടിക്കും ഇടയ്ക്ക് വേൾഡ് വൈഡായിട്ട് നേടാൻ സാധ്യതയുണ്ട് എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നു. അതുതന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. 50 കോടി മുകളിൽ കടക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പോൾ 31 കോടിയാൽ വേൾഡ് വൈഡായിട്ട്, അതിൻ്റെ കൂടെ ബാക്കി 3-4 ദിവസം കൂടെ ഉണ്ട്. ഏകദേശം 50 കോടിക്ക് മുകളിൽ പോകാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്ന ഒരു ഘടകമായി മാറും. പല പ്രമുഖ ഭാഷാ ചിത്രങ്ങളും നമ്മൾ ഈ 50 കോടി 60 കോടിയൊക്കെ കണ്ടിട്ടുണ്ട്, 100 കോടിയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ മലയാളത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ദിവസം നമ്മുടെ മലയാള സിനിമ ലോകത്തിൻ്റെ നെറുകയിലെത്തുന്ന ദിവസമായിരിക്കും. ഇന്ത്യൻ സിനിമയുടെ നെറുകയിലെത്തുന്ന ദിവസമായിരിക്കും. ആദ്യമേ തന്നെ 24 മണിക്കൂർ കൊണ്ട് 6,45,000 ടിക്കറ്റ് വിറ്റ് നമ്മൾ ചരിത്രം സൃഷ്ടിച്ചു. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കൽക്കിയേക്കാൾ ഏകദേശം ഇരട്ടി ടിക്കറ്റാണ് നമ്മൾ വിറ്റത്. അങ്ങനെ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചോ? ഇന്നലെ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചോ? എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം എമ്പുരാൻ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് വിശേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് പാടെ ഞാൻ ഇടാം. ഏതായാലും എമ്പുരാൻ സന്തോഷം നൽകുന്ന വാർത്തകൾ തന്നെയാണ്. മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നടന്ന് മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.